ആശാപ്രവർത്തകരുടെ സമരം തുടരുന്നതിനിടെ പുതിയ നീക്കവുമായി കോൺഗ്രസ്. ആശാപ്രവർത്തകർക്ക് കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ആശാവർക്കർമാർക്ക് അധിക വേതനം നൽകാൻ KPCC സർക്കുലർ ഇറക്കി. തനത് ഫണ്ടിൽ നിന്ന് തുക നൽകാനാണ് നിർദ്ദേശം. VR കാർത്തിക് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, കളം പിടിക്കുകയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ. ഈ തനത് ഫണ്ടിൽ നിന്ന് അവർക്ക് അധിക തുക നൽകാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ നിയമപരമായ സാധുത നിലനിൽക്കുന്നതാണോ? പ്രായോഗികമായ നിരവധി പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട്. തനത് ഫണ്ട് പഞ്ചായത്തുകൾക്ക് വിനിയോഗിക്കാം എങ്കിലും ജില്ലാ ആസൂത്രണ സമിതികൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം, അത് സർക്കാരിലേക്ക് സമർപ്പിക്കണം, അതിന് സർക്കാരിന്റെ അംഗീകാരം നൽകണം. അത്തരത്തിൽ നിരവധി പ്രോസസ് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ആശാവർക്കർമാരുടെ സമരം സർക്കാരിനെതിരെ പരമാവധി ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. നേരത്തെ തന്നെ ഇതിനോടകം 23 തദ്ദേശ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുടനീളം തനത് ഫണ്ടിൽ നിന്ന് ഇത്തരത്തിൽ ആശാവർക്കർമാർക്ക് അധിക ഓണറേറിയം പ്രഖ്യാപിച്ചിരുന്നു. 1000 രൂപ മുതൽ 7000 രൂപ വരെ പ്രഖ്യാപിച്ച വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സമരം ആശാവർക്കർമാർ ശക്തമായി തുടരുമ്പോൾ അവർക്ക് പരമാവധി പിന്തുണ നൽകുക, എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി സർക്കാരിനെ പരമാവധി പ്രതിരോധത്തിലാക്കുക, അതുതന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നതും. സ്വാഭാവികമായും ആശാവർക്കർമാരുടെ സമരം 50-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇത്തരത്തിൽ പല തദ്ദേശ സ്ഥാപനങ്ങളും ഇതിനോടകം തന്നെ ഓണറേറിയം പ്രഖ്യാപിച്ച ഒരു സാഹചര്യവുമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിന് മുന്നിലേക്ക് ഈ ഒരു തീരുമാനം എത്തുമ്പോൾ ഇത്തരത്തിൽ സർക്കാരിന് ഇത് അംഗീകരിക്കണമോ അതോ അക്കാര്യത്തിൽ നിഷേധിക്കണമോ? സ്വാഭാവികമായും അത്തരത്തിൽ നിഷേധിച്ചാൽ അതൊരു തൊഴിലാളി വിരുദ്ധ തീരുമാനമായി പ്രതിപക്ഷം ചിത്രീകരിക്കും. അത്തരത്തിൽ വലിയ തോതിൽ ഒരു ക്യാമ്പയിനായി ഇത് ഏറ്റെടുക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് KPCCയുടെ സർക്കുലർ ഇക്കാര്യത്തിൽ പുറത്തിറങ്ങിയത്. ആ സർക്കുലർ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ തനത് ഫണ്ടിൽ നിന്ന് ആശാവർക്കർമാരുടെ ഓണറേറിയം അവർക്ക് അധിക ശമ്പളം നൽകാനുള്ള തുക വിനിയോഗിക്കണം, ആ തുക കണ്ടെത്തണം എന്നതാണ്. എന്തായാലും പല തദ്ദേശ സ്ഥാപനങ്ങളും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJP ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളടക്കം ഇതിനോടകം കോട്ടയത്തടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് പ്രായോഗികമാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അടക്കമുള്ളവർ പറഞ്ഞത് ആശമാരെ ഇത്തരത്തിൽ പറ്റിക്കുകയാണ്. ഇങ്ങനെ തനത് ഫണ്ട് ഉപയോഗിച്ച് അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകാൻ കഴിയില്ല. സ്വാഭാവികമായും ആ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. പ്രായോഗികമായ നിരവധി പ്രശ്നങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ജില്ലാ ആസൂത്രണ സമിതികൾ ഇക്കാര്യം ചർച്ച ചെയ്യണം. തനത് ഫണ്ട് എന്ന് പറയുന്നത് ക്ഷേമകാര്യം, അതോടൊപ്പം തന്നെ ആരോഗ്യകാര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടതാണ്. മാത്രമല്ല ചെറിയ പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ വലിയ നഗരസഭകളും സ്വാഭാവികമായും ഒരു ശരാശരി 50 ആശാവർക്കർമാരൊക്കെ ആയിരിക്കാം ഒരു ചെറിയ പഞ്ചായത്തിന് കീഴിൽ വരുന്നത്. പക്ഷേ അവർക്ക് 2000 രൂപ വെച്ച് അധികം നൽകണമെങ്കിൽ കൂടിയും ഒരു വലിയ തുക അവർക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വലിയ നഗരസഭകൾ, പ്രത്യേകിച്ച് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള മരട് നഗരസഭ പോലുള്ള നഗരസഭകൾക്ക് തനത് ഫണ്ട് വലിയ തോതിലുണ്ട്. എന്നാൽ അത്തരത്തിൽ തനത് ഫണ്ട് വലിയ തോതിൽ ഇല്ലാത്ത നഗരസഭകളും ഗ്രാമപഞ്ചായത്തുകളും ഒക്കെ ഉണ്ട്. അവർ ഇക്കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയായി നിൽക്കുമ്പോഴും ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി ഈ വിഷയത്തെ സമീപിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ KPCC സർക്കുലർ ഇറക്കിയത്. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആശമാർക്ക് അധിക ഓണറേറിയം കണ്ടെത്തണം, അത് തനത് ഫണ്ടിൽ നിന്ന് കണ്ടെത്തണം എന്ന് സർക്കുലർ കൂടി KPCC പുറത്തിറക്കിയിരിക്കുന്നു. ആര്യ, തീർച്ചയായും VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആശമാരുടെ സമരം 50-ാം ദിവസത്തിലേക്ക് നാളെ കടക്കുകയാണ്. സമരം കൂടുതൽ ഓരോ ദിവസവും കടുപ്പിക്കുകയാണ് ആശമാർ. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടി മുറിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ഈ ഘട്ടത്തിൽ വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ഓണറേറിയം വർധനവ് അത് തനത് ഫണ്ടിൽ നിന്ന് പഞ്ചായത്ത് UDF ഭരിക്കുന്ന പഞ്ചായത്ത് നടത്തണം എന്ന് സർക്കുലർ ഇറക്കുമ്പോൾ പക്ഷേ പ്രായോഗികമായ തടസ്സങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.